ഹായ് ഓൾ, ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം റീഡിങ്സ് കാണുക. നെഗറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ആരും തന്നെ റീഡിങ്സ് കാണാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. Universe, please pray us. Universe, please pray us. Universe, please pray us. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. ത്രോട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സൗണ്ട് വരുന്നത് കേട്ടോ. ആൻഡ് ദ പ്രൊട്ടക്ടർ, ന്യൂ ബിഗിനിങ്, ഗ്രീൻ ഫ്ലാഗ്, ദ ഡാൻസ്, ദ ഹാപ്പി എൻഡിങ്, the chemistry. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. the divine timing, the choice and the soul spark. okay. അപ്പം നമുക്കിവിടെ ഈ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്, ഈ ഒരു വ്യക്തിനെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ലെന്നാണ് യൂണിവേഴ്സ് മെസ്സേജ് തരുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കണമെന്നും ഇങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കണമെന്നും, നമ്മൾക്ക് ബഹുമാനം തരുന്നതും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നതും, നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നൊരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാതെ പോലും അവർ നമ്മളെ ആശ്വസിപ്പിക്കുകയും അവരോടൊപ്പം നമ്മളെ ചേർത്ത് നിർത്തുകയും ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് കാണിക്കുന്നത്. ഒരു പേഴ്സണെ പറ്റി നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നൊരു വ്യക്തി ഇങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പം ഈ ഒരു റീഡിങ്ങിൽ വളരെ വ്യക്തമാണ്. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ അടുത്ത് ഇപ്പം നിൽക്കുന്നൊരു വ്യക്തി അതുപോലുള്ളൊരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു ഉള്ളിലൊരു വിഷമം പറഞ്ഞില്ലെങ്കിലും, ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നവരാവാം. അപ്പം അങ്ങനെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴും അല്ലെ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഒരു ശബ്ദം പതറിയാൽ തന്നെ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അത് ഇവർക്ക് നിങ്ങൾ പറയാതെ പോലും അറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് അടുത്തറിഞ്ഞ് മനസ്സിലാക്കി വന്നിട്ടുള്ളൊരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നിങ്ങളോട് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. അതിപ്പം സാമ്പത്തികപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ജോലിയുടെ കാര്യമാണെങ്കിലും, ഇപ്പം എന്തെങ്കിലും ഇവരൊരു വസ്തു മേടിക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സന്തോഷപരമായിട്ടുള്ള വലിയ വാർത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ പോലും നിങ്ങളോട് മാത്രം അവർ പങ്കുവയ്ക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും അവർ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഉത്തരമായിട്ട് കാണിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറാണ്, നിങ്ങളുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പം
ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അത് ഓർമ്മിച്ച് ഈ പേഴ്സൺ നിങ്ങൾക്ക് സർപ്രൈസുകൾ നൽകുക. സർപ്രൈസുകളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നൊരു പേഴ്സണാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷം അതെന്താണോ ആ സന്തോഷത്തിന് വേണ്ടി ഈ പേഴ്സൺ അത് പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നൊരു പേഴ്സണുമാണ്. ഇതുവരെയും അങ്ങനെ തന്നെയാണ് ആ പേഴ്സൺ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിപ്പം ചിലപ്പം പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ബന്ധമാവും. പക്ഷേ നിങ്ങൾക്കതൊരു വിശ്വസിക്കണോ വേണ്ടയോ എന്താണെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ചിലപ്പം മുൻപുണ്ടായിരുന്നൊരു വ്യക്തിയുമാവാം, പക്ഷെ കുറച്ച് നാളുകളായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നതാവാം. അപ്പോൾ ആദ്യത്തെ നാളുകളിൽ ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് നഷ്ടപ്പെട്ടു. പിന്നീട് വീണ്ടും നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം ആ ഒരു പേഴ്സണിൽ നിന്ന് തിരിച്ചു കിട്ടിയെന്നും കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ഡിവൈൻ ടൈമിംഗ് ആണ്. അതായത് ഒരു ഈശ്വരൻ നിശ്ചയിച്ച ഒരു ടൈമാണ്. നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഇപ്പം അടുത്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടുപേരുടെ മനസ്സ് പതറാതെ, അതായത് ഏതൊരു സാഹചര്യത്തിലും നിന്നോടൊപ്പം ഞാൻ കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളും ഈ ഒരു റീഡിങ്ങിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത്. മറ്റ് ചോയ്സുകൾ ഉണ്ടെങ്കിൽ പോലും, അതായത് ഇപ്പം ആ പേഴ്സണ് നിങ്ങളല്ലെങ്കിൽ പോലും മറ്റ് പല ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരോട് പ്രത്യേകിച്ച് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഇമോഷൻസ്, ആ ഒരു കണക്റ്റിവിറ്റി, ആ ഒരു ഫീലിങ്സ് മറ്റാരോടും തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഒരു സഹോദരി സഹോദരന്മാരായിട്ടോ അല്ലെങ്കിൽ ആ പേഴ്സണ് ഒരു അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ടൊക്കെയാണ് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ തോന്നുന്നത്. നിങ്ങളില്ലെങ്കിൽ പോലും ഈ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ തേടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മീൻസ് ഇവരുമായിട്ട് പ്രണയബന്ധത്തിലാകാൻ പല ആൾക്കാരും ഇന്നും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഏറ്റവും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവരുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ഒരു മനസ്സായിട്ട് ഈ ഒരു സമയം കാണിക്കുന്നുണ്ട്. ആൻഡ് ദ പ്രൊട്ടക്ടറാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ലവിലൂടെ തന്നെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഭയങ്കരമായിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര ഒരു കെമിസ്ട്രി ഇവിടെ വർക്കിംഗ് ആണ്. നിങ്ങളിപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ നിങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും അത് കൃത്യമായിട്ട് അറിഞ്ഞ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവരെ കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത്. നമ്മുടെ മനസ്സൊന്ന് നൊന്താലും അല്ലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ പോലും അത് രണ്ടുപേരും പരസ്പരം നിങ്ങൾ രണ്ടുപേരും കൈമാറുന്നുണ്ട്. അത് പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ടൈമാണ് ഇപ്പം ഉള്ളതെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സണ് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഭയങ്കര സോൾ കണക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഭയങ്കര ഒരു ആത്മബന്ധം, ഭയങ്കരമായിട്ട് ഒരു കെമിസ്ട്രി വർക്കിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പേഴ്സണ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് കിട്ടാത്ത ഫീലിങ്സും മറ്റൊരു വ്യക്തിയിൽ നിന്ന് കിട്ടാത്ത ആ ഒരു എനർജിയും നിങ്ങളിൽ വന്നപ്പോൾ ആ ഒരു പേഴ്സണ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ടൊരു കെമിസ്ട്രി വർക്കിംഗ് ആവുക, അല്ലെങ്കിൽ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ പരസ്പരം ഒരുപോലെ യോജിച്ചതാകുന്ന പോലെയാണ് അവർക്ക് ഈ ഒരു ബന്ധം കൊണ്ട് ഫീൽ ചെയ്യുന്നത്. ആ ഒരു മനസ്സ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഭയങ്കര സോൾ കണക്ഷൻ ഈ പേഴ്സൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഭയങ്കര ഒരു ഇലക്ട്രിക് പവർ പോലെയാണ്. അതായത് ഈ ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഭയങ്കര ആ ഒരു കറണ്ട് എല്ലായിടത്തേക്കും പാസ് ചെയ്യത്തില്ലേ, അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുമ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിൽക്കുമ്പോഴും ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സൺ ഒരു ഭയങ്കര ഒരു ഊർജം കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷവും, അല്ലെങ്കിൽ ഇതുവരെയും ജീവിതത്തിൽ അനുഭവിക്കാത്ത പല നല്ല അനുഭവങ്ങളും ഈ പേഴ്സൺ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പല നെഗറ്റീവ് ശക്തികളും നിങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് ലക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഭയങ്കര ഉയർച്ചകളും സാമ്പത്തികപരമായിട്ട് ഉയർച്ചയും
ചിലപ്പം ജോലിയിലുള്ള ഒരു ഉയർച്ചയും അങ്ങനെയൊക്കെ ഈ പേഴ്സണ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ആ ഒരു പേഴ്സൺ ഒരു ലക്കി പേഴ്സണായിട്ടാണ് കാണുന്നത്. അതായത് ലക്കി പേഴ്സൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ആ ഒരു പേഴ്സണ് അനുയോജിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇനി മറ്റാരെയും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഈ പേഴ്സൺ തന്നെയാണ് എൻ്റെ സോൾ കണക്ഷൻ എന്ന് ഈ പേഴ്സൺ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവർ നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇന്ന് നമ്മൾ ഈ റീഡിങ്ങിലൂടെ കണ്ടു. ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.